രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാൻ പോകുന്നത് പ്രണീതി ഷിൻഡെയാണോ? സാമൂഹിക മാധ്യമങ്ങളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം ഈ വാർത്ത വ്യാപകമായി പരക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രണീതിയും കൈപിടിച്ച് നടക്കുന്നതടക്കമുള്ള രംഗങ്ങളും, പ്രിയങ്ക ഗാന്ധിയാണ് പ്രണീതിയെ രാഹുലിന് വേണ്ടി കണ്ടെത്തിയത് തുടങ്ങിയ വാർത്തകളും വ്യാപകമായി സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിൽ വരെ വരുന്നുണ്ട്. ഇതിന് ഒരു ഫാക്ട് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ. നമസ്കാരം. പ്രണീതി സുശീൽ കുമാർ ഷിൻഡെ 1980 ഇവർ ജനിച്ചത്. അവർ സോലാപൂർ എന്ന ലോകസഭാ കോൺസ്റ്റിറ്റ്യുവൻസി കോൺഗ്രസിന് വേണ്ടി തിരിച്ചുപിടിച്ച ഫയർ ബ്രാൻഡായ, മികച്ച രീതിയിൽ സംസാരിക്കുന്ന സാമൂഹിക പ്രവർത്തകയായ ഒരു വ്യക്തിയാണ്. അവർ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. മികച്ച രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു വനിതാ രത്നമാണ്, ഒരു സ്ത്രീ രത്നമാണ് അവർ നമ്മുടെ കേരളവുമായിട്ട് ഒരു ബന്ധമുണ്ട്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിങ് കമ്മിറ്റി, ഇലക്ഷൻസ് വേണ്ടിയുള്ള സ്ക്രീനിങ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു. നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയുടെ മകളായിട്ടാണ് പ്രണീതി ഷിൻഡെ ജനിക്കുന്നത്. പ്രണീതി ഷിൻഡെ സെന്റ് സേവിയേഴ്സിലൊക്കെയാണ് പഠിച്ചത്. ജയ് ജൂയി എന്നൊരു NGO അടക്കം അവർക്കുണ്ട്. കോൺഗ്രസിന്റെ ഇവരെ പിന്നോക്ക സമുദായത്തിൽ നിന്നും കൂടെയാണ്, ഇതൊരു റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും കൂടെയാണ് ഇവർ വരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രണീതിയെ വിവാഹം ചെയ്യുമെന്ന് വ്യാപകമായ രീതിയിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് അത് പ്രചരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രണീതിയും ഒരുമിച്ച് കൈപിടിച്ച് നടക്കുന്ന ഫോട്ടോസും അടുത്ത് നിൽക്കുന്ന ഫോട്ടോസും ഒക്കെയുണ്ട്. അതിലെ ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ യാതൊരു സ്ഥിരീകരണവും നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്നോ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നോ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഫാക്ട് ചെക്കിൽ നിന്നോ വന്നിട്ടില്ല. ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ, ഒരുമിച്ച് കൈപിടിക്കുന്ന ചിത്രങ്ങൾ, ഇതെല്ലാം ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി ചെയ്തതാണ്. രാഹുൽ ഗാന്ധി നമുക്കറിയാവുന്നതുപോലെ എല്ലാവരോടും വളരെ അടുത്തിടപെടുന്ന വ്യക്തിയാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഒരു ചേട്ടനായിട്ടോ സുഹൃത്തായിട്ടോ സഹോദരനായിട്ടോ ഒക്കെ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പം രാഹുലും പ്രണീതിയും തമ്മിലുള്ള ചിത്രങ്ങൾ, ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഒന്നിനും ഒരു തെളിവല്ല. അതാണ് ആദ്യം നമ്മൾ നോക്കാനുള്ളത്. രണ്ട്, ഇത്രയും വ്യാപകമായി വാർത്തകൾ പ്രചരിക്കുന്നതിന് പിന്നിൽ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കണം എന്ന് ഇന്ത്യയുടെ ജനതയുടെ ആഗ്രഹമാണ്. കാര്യം, രാഹുൽ ഗാന്ധിയുടെ മാരേജ് അത് സാമൂഹിക രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ്. നമുക്ക് അറിയുന്ന കാലം മുതൽ മഹാത്മാഗാന്ധിയുടെ കാലത്തിന് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു അടക്കമുള്ള ആൾക്കാർ ഈ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചവരാണ്. മോത്തിലാൽ നെഹ്റു, ശ്രീ ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ മകൾ ശ്രീമതി ഇന്ദിരാഗാന്ധി, മക്കൾ ശ്രീ രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, അദ്ദേഹം പൊതുരംഗത്തുണ്ടായിരുന്നു. അതിനുശേഷം വധുവായി വന്ന, ഇന്ത്യക്ക് മരുമകളായി വന്ന ശ്രീമതി സോണിയാഗാന്ധി, അതിനുശേഷം ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും അടക്കം ഈ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചവരും സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നവരുമാണ്. അവരോട് അനുകൂലമുള്ളവരുണ്ടാകാം, എതിർപ്പുള്ളവരുണ്ടാകാം, പക്ഷേ സാമൂഹ്യ രംഗത്ത് സജീവ സാന്നിധ്യമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കല്യാണവും കുട്ടികളും മക്കളും വേണമെന്നുള്ള ആഗ്രഹം കാരണമാണ് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത്. പ്രണീതി ഷിൻഡെ ബ്രില്യൻ്റ് ആയൊരു നേതാവാണ്, നല്ല വാഗ്മിയാണ്, സംസാരിക്കുന്ന വ്യക്തിയാണ്. കല്യാണം നടന്നെങ്കിൽ സന്തോഷമെന്നാണ് ആൾക്കാർ പറയുന്നത്. രാഹുൽ ഗാന്ധി കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് രാജ്യസേവനത്തിന് വരുന്നതാണ് സന്തോഷം. എന്നാൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഇത് ഒരു ഫാക്ട് ന്യൂസ് അല്ല, ഇത് മിസ്ലീഡിംഗ് ക്ലെയിം ആണ്, ഇത് വസ്തുതാപരമല്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കല്യാണം നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.